നിങ്ങളെ അന്വേഷിച്ചു പിടിച്ച് കൊല്ലാപ്പൻ ഇനി ആരെങ്കിലും വരുമോ പിള്ളേരെ? ഇല്ലേ? ആ, വന്നാലും വിട്ടുകൊടുക്കൂല ഞാൻ. പേരെന്താ? ആരുടെ? എന്റെയോ? എന്റെ പേര് ഞാനെന്നാ. അപ്പോ ഞങ്ങളെന്താ വിളിക്കണ്ടേ? ഞാനും എന്നോ? മിടുക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ പേര് മറന്നു. മൂപ്പര് വിളിക്കുക ഏഞ്ഞ. നിങ്ങൾ കയറി അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. എനിക്കാ വിളി കേട്ടാൽ ആകെ ഒരു തരിപ്പ. ആ, പിന്നെ മേജർ വിളിക്കുക ചേച്ചിന്ന, കാതർ താത്തിന്ന്. നിങ്ങൾ ഇനിയിപ്പോ എന്താ വിളിക്കണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നു. ആ, ആന്റിന്ന് വിളിച്ചു. ഞങ്ങളെ ആന്റി എന്നും അങ്കിളെന്നും വിളിച്ചാ മതി. അങ്കിൾ എവിടെ? അകത്തെവിടെയെങ്കിലും ഉണ്ടാവും. മൂപ്പരൊരു ടൈപ്പാ. അങ്ങനെ ആരോട് സംസാരിക്കൊന്നുമില്ല. ആന്റിക്ക് വരെ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്, എന്റെ മൂപ്പരുണ്ട്. എന്താ പോരെ? അതല്ല, കുട്ടികള് ഇല്ലായിരുന്നു, ഇപ്പൊ കിട്ടി. ആരാ? നിങ്ങൾ രണ്ടുപേരും. പണ്ട് പണ്ട് ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം, ഒരു പെണ്ണിന് 4-5 ആണുങ്ങളും ഒരാണിന് 4-5 പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം. അതെങ്ങനെയാ? മുണ്ടൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. പൂട്ടിയേ ആയുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണല്ലേ? നിങ്ങൾ കേട്ടോ? പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ്ങ് കലി കയറി. കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കയല്ലേ, കഥ പറഞ്ഞിരുന്നാലോ? കുറച്ചുകൂടെ കൂടി നീ കിടന്നേ. വേണ്ട കേട്ടോ, പിള്ളേരപ്പുറത്തുള്ളതാ, അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല. ആന്റിക്ക് നീന്താൻ അറിയോ? എനിക്കും അറിയില്ല. പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്ന നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അധികം കിടന്ന് കളിക്കണ്ട. കുളിച്ചു കയറും പിള്ളേരെ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവര് തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറെ, പിള്ളേരല്ലേ. ചേച്ചി എന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. ആ, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഞാനിവിടെ അടുത്താ താമസം. ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം. പിന്നെ അതെ, ഞാനും നമ്മുടെ മേജറുടെ അവിടെ വരെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ.
ശരി, അകത്തേക്ക് പോയിക്കോളൂ. ആ, ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. ഓക്കെ. വിനുവിനറിയോ എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെയെങ്കിലും. എരിവ് കൂടിപ്പോയി. കുറച്ച് പഞ്ചസാര ഇട്ടാ മതി. ദാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കഴുത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നല്ല രുചിയുണ്ട് ആന്റി. രുചിയുണ്ട്. അറിയില്ലെങ്കിലേ പറഞ്ഞാ പോരെ. മാറോടുന്ന പോടാ വെളിയില്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതല്ലേ നിങ്ങൾ ഓടിപ്പോന്നത്? കള്ളത്തമ്മാടികള്. ഇങ്ങോട്ട് തിരി. ആന്റി, ഈ മേജർ കാര്യമില്ലേ? ഓ, അയാളൊരു പ്രത്യേക സാധനമാണ്. ഭാര്യ നേരത്തെ മരിച്ചു. ഓമനിച്ച് വളർത്തിയ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളും പോയി. പിന്നെന്താ, ഒറ്റത്തടി, വേണ്ട പണവും. മനസ്സ് മടുത്ത് പട്ടണവും പരിഷ്കാരവും വെറുത്ത് ഇപ്പതേ കാട്ടില്ല താമസം. ചില നേരത്തെ പ്രകൃതം കണ്ടാ തോന്നും വട്ടാണെന്ന്. അല്ല, അപ്പൊ അങ്ങേർക്കും വട്ടാ? നീ പോടാ കേൾക്ക. അതെയോ? അരിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ കൊണ്ടുവന്നേക്കണ ഇതിലുണ്ട് കേട്ടാ. ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിന്റെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ്. 2-3 ചന്തയും പാലാണ് കഴിഞ്ഞോട്ടെ. പിന്നെ എന്തുണ്ട് കതറ നാട്ടിലെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷന്റെ താറ്റി. മനുഷ്യന്മാര് തമ്മില് കൊടിന്റെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിശേഷം. ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചെലിക്ക് എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിലൊന്ന് കൂടിയോ. പിന്നെ എന്താണ് വീടറുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അല്ല താത്തി, ഈ കുട്ടികൾ ഏതാണ്? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പിള്ളേരാ, അനിയും വിനു.
എങ്ങാണ്ട് നിഷ്ടം കൂടിയിട്ട് ഒളിച്ചോടി പോന്നതാ. ഊയിന്റെ പടച്ചോനെ, ഇത്രയും ചെറുപ്പത്തിലാ? ആ, ഇക്കണക്കിൽ ഇവര് വളർന്നു കഴിഞ്ഞാലത്തെ കാര്യ. ആ, കൊള്ളാവുന്നോടത്തെയും പിള്ളേരായിരിക്കും. ആളുകൾ അന്വേഷിച്ചു വന്ന് കൊല്ലാപ്പുണ്ടാക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയ്യോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാം. ഒന്ന് വെറുതെ ഇരിക്കുക കാതറേ. താൻ എന്റെ പാട് നോക്ക്. ഇവരെന്റെ പിള്ളേര്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ താൻ നാളെ ചന്തന്ന് വരുമ്പോ ഇതാ ഇതിലെഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ടുവരണം, മറക്കണ്ട. കാതറിന് സന്ധ്യക്ക് മുമ്പ് അങ്ങ് എത്താനുള്ളതല്ലേ? നടന്നു. അയാള് പോലീസ് പറഞ്ഞു കൊടുക്കൂ വിനു? എനിക്കും അതാ പേടി. പറഞ്ഞു കൊടുക്കലെന്നാ തോന്നുന്നേ. ആന്റി അയാൾക്കും പേടിയാ. ആ, മേജർക്ക് അറിഞ്ഞുകൂടായിട്ടാണ്. കുട്ടികൾ പുറപ്പെട്ടു പോയാല് വീട്ടിലുള്ളവരെ ചങ്കരിച്ചില് തമാസക്കാരിയല്ല. വേണ്ട കാതറി. ഞമ്മക്കിത് കേൾക്കുമ്പോഴാണ് താത്തി പിന്നെ പോട്ടേന്ന് വെക്കാം. പഠിപ്പും ലോകവിവരമുള്ള നിങ്ങളിങ്ങനെ ബുദ്ധിമോശം പറഞ്ഞാലോ? തേക്കി കാതിരി പറയണത് അതിന്റെ ശരി. ഞമ്മക്ക് ഈ കുട്ടികളെ പോലീസിൽ ഏൽപ്പിക്കാം. ഓറ്റാളെ വീട്ടിലെത്തിച്ചോ. കാതറി, കാതറിനറിയൂ ഞാനെന്താ നാടും വീടും വിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന്? എനിക്കൊരു മോളുണ്ടായിരുന്നു, സുമ. ഒറ്റ മോൾ. അവൾ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അവർ ഒളിച്ചോടിപ്പോയി. അന്വേഷിച്ചു പിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്റെ സുമമോള് അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പിറ്റേന്ന് അവൾ ആത്മഹത്യ ചെയ്തു. കാതറിനറിയില്ല, സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കരുത്. അത് പാവമാണ്. ആ കുട്ടിയോള് സ്നേഹമായിട്ട് അവിടെ കഴിഞ്ഞോട്ടെ. നമ്മളായിട്ട് അവരെ പിരിക്കണ്ട. വിനു, ഇത് കണ്ടോ? നിലത്തിടുന്നതാ. എന്താ അത്? ആന്റി പാവം, ദേ മുറിഞ്ഞിരിക്കണു. വല്ലാതെ നോന്നുണ്ടാവും. സാരമില്ല, മരുന്നരച്ചു പുരട്ടാം. തത്തച്ചീ മോളൂട്ടി, മോക്കിതാ കൂടുണ്ടാക്കുന്നു. Come on, children. Come, come. എങ്ങനെയുണ്ട് ഈ കാട്? ആര് വന്ന് വിളിച്ചാലും ഇവിടെ വിട്ടു പോകരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഇവിടെ. വരൂ. ആ, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഓൾ റൈറ്റ്, വേണ്ടെങ്കിൽ വേണ്ട. നോ ഫോർമാലിറ്റീസ്. ഒളിച്ചോടി പോകുന്നതാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് പെട്ടത് നന്നായി. നാട്ടിലേക്കാളും മനസമാധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. Come on. എന്താണിത്? ഇത് മലവേടന്മാർ പൂജ കഴിച്ചതിന്റെ ബാക്കിയാണ്. അതിനിവിടെ അമ്പലമുണ്ടോ? ഇല്ല,
പിന്നെ ആരെയാണ് അവർ പൂജിക്കുന്നത്? മലവേടന്മാരുടെ ദൈവം ഈ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം ദൈവമോ? അതെ, ആദി മനുഷ്യൻ മുതൽ ശക്തിയെ ആരാധിച്ചു. തീയും വെള്ളവും പ്രപഞ്ചശക്തിയാണ്. ഈ വനഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. ഇത് കോപിച്ചാൽ ഈ കാടും ഇവിടുത്തെ സകല ജീവജാലങ്ങളും നശിക്കും. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തെ പ്രസാദിപ്പിക്കാൻ മലവേടന്മാർ ഇതിനെ ആരാധിക്കുന്നു. വരൂ. സാവകാശം ഉന്നമെടുത്ത് പഠിക്കണം, എന്നാലേ കിട്ടൂ. കാട്ടിൽ താമസിക്കാൻ ഇങ്ങനെ പലതും പഠിക്കാനുണ്ട്. ആദ്യം ഇവിടെ ചേച്ചിയും ഞാനും മാത്രമായിരുന്നു. പിന്നെ വല്ലപ്പോഴും വരുന്ന കാതൽ. ഇപ്പോൾ നിങ്ങളുമായി. വി ആർ ഗ്രോയിങ്. അങ്കിൾ, ഈ ആന്റി എന്താ എപ്പോഴും മുറിക്കാത്തിരുന്ന് തന്നെത്താൻ വർത്തമാനം പറയുന്നത്? ആന്റിക്ക് ആരുമില്ലേ? അതോ, അതൊരു കഥയാണ് കുട്ടികളെ. ഞാനും കേട്ടിട്ടേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കോട്ടേജ്. ഒരു ദിവസം അവരുടെ ഭർത്താവ് നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചുപോയി. ഇപ്പോഴും അയാൾ ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ തോന്നൽ. മരിച്ചു എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാവുന്നു. എ പെക്യൂലിയർ ടൈപ്പ്. പാവം ചേച്ചി, തുറന്ന മനസ്സാണ് അവരുടെ. കമോൺ മീനു. Sorry, hey, come. ഇത്ര പെട്ടെന്ന് ഉറക്കമായോ? ഇന്ന് എന്ത് പറ്റി ഇത്ര വലിയ ക്ഷീണം? കള്ളൻ ഉറക്കം നടിച്ച് കിടക്കാണല്ലേ? പാവ ആന്റി ഇല്ലേ വിനു? നിങ്ങൾ ഈ തന്ന ഉടുപ്പും സാമാനും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. പോയി മാറി എടുത്തു. പിന്നെ ഇതാ അറ്റത്ത് കാതിർക്ക കുടിക്കില്ലേ? നമുക്ക് വേണ്ടപ്പ. നമുക്ക് കുടിച്ചവരെ കാണുന്നതാ രസം. നമ്മ കുടിച്ച അതിന്റെ രസം പോയി. എന്നാ കാതൊരു പാട്ട് പാടും, ഞങ്ങൾ കൂടി രസിക്കട്ടെ. നന്ന് പാട് കാതിർക്ക. ആര്? ഞമ്മളാ. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെണ്ണ്. അവൾ അനുവാദം ചോദിക്കാതെ കൽവിന്റെ പുറംപോക്കിൽ കുടിലും വെച്ചതിലങ്ങ് കൂടി. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെണ്ണ്. ഒയിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അവകാശം പറഞ്ഞവൾ ഹാലാക്കിന്റെ ഈ ബിലീസായി മാറി. ഒയിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അവകാശം പറഞ്ഞവൾ ഹാലാക്കിന്റെ ഈ ബിലീസായി
ബിലീസായി മാറി ഞമ്മളടവുകൾ 18 പെരുമാറി കഴിഞ്ഞിട്ടും ഓരുംപെട്ട് മിഴി കൊണ്ട് അടവുകൾ 18 പെരുമാറി കഴിഞ്ഞിട്ടും ഓരുംപെട്ട് മിഴി കൊണ്ട് കടുകും പടുത്തെടുത്ത വമ്പത്തി ആ മൊഞ്ചത്തി അവൾ നമ്മളെ ഇട്ടൊരു വമ്പരമാക്കി എറിഞ്ഞു കറക്കിയെടുത്തു നടന്നൊരു സംഭവമുണ്ടല്ലോ നെഞ്ചിലതിപ്പോഴുമുണ്ടല്ലോ കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെണ്ണ്. നീ മക്കളൊന്ന് പാടും പാട്. കഥ പറയാം കാക്ക വേഷം മാറിയ ചെന്നായുടെ ചെറു കഥ പറയാം കാക്ക. ഒരു മലയരികിൽ ഒരു പുൽപ്പരപ്പിൽ കുറെ ആടുകൾ മേഞ്ഞിരുന്നു. അപ്പോൾ അതുവഴിയെ ഒരു പടുകിഴവൻ ചെന്നായ വളഞ്ഞെത്തി. ഒരു നാടുകൾ തൻ രുചിയൊന്നറിയാൻ അവനന്നൊരു കൊതിയിളകി. ഉടനാ കിളവൻ ചെന്നായതിനായൊരു സൂത്രമെടുത്തല്ലോ. ആട്ടിടയൻ കൊന്നുരിച്ചെറിഞ്ഞിട്ടോരാട്ടിന്റെ തോലണിഞ്ഞ് കൂട്ടത്തിൽ ചേർന്നവൻ ആടുകളോടൊപ്പം ആലയിൽ ചെന്നെത്തി. അങ്കിൾ ആന്റി ഞങ്ങളുടെ ഈ കഥ കേൾക്കൂ. തന്ത്രമെടുത്തവനെങ്കിലും പിന്നീടെന്തായി, സംഭവമെന്തായി? അത്താഴത്തിനൊരാടിനെ വെട്ടാൻ ഇടയൻ വന്നെത്തി. പതിവും പടിയൊരു തടിയനെ അന്നവൻ അതിനായി കണ്ടെത്തി. അതെ, ആ ചെന്നായായിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായങ്ങനെ ഇടയന്റെ ഇരയായി. വേഷം കെട്ടൽ ദോഷം ചെയ്യുമെന്നങ്ങനെ വെളിവായി. ആന്റി ഞങ്ങളോടൊപ്പം പാടൂ, വേഷം കെട്ടിയ ചെന്നായുടെ കഥ ഞങ്ങളോടൊപ്പം പാടൂ. ഒരു മലയരികിൽ ഒരു പുൽപ്പരപ്പിൽ കുറെ ആടുകൾ മേഞ്ഞിരുന്നു. അപ്പോൾ അതുവഴിയെ ഒരു പടുകിഴവൻ ചെന്നായ വളഞ്ഞെത്തി. വാ മക്കളെ, മതി, വരി. ഗുഡ് നൈറ്റ്. നമ്മൾ ഇന്ന് വരാം. വാ. ആന്റി, ആ വാ. എന്താ ഇത്? ആന്റി
എന്താ ഇത് ആന്റി അയ്യോ ആന്റി. ആ എന്താ ആന്റി? സാരമില്ല, നീ പേടിക്കണ്ട, അറിയാതെ. ആന്റി എന്താ ആന്റി? പോടാ, എടാ പോകാൻ. ആന്റി പോടാ അവിടുന്ന്. കരയുന്നു കഴുത കുട്ടി. പേടിച്ചു പോയ മോള്. എന്താ ആന്റി പറ്റിയേ? പിന്നെ വന്നല്ലേ അവൻ. പോടാ. ദേ, ഈ മാല കണ്ടില്ലേ? ആന്റി തന്നതാ. എപ്പോ? ഇന്ന്. ഇന്നെന്താ വിശേഷം? അതേ, ഞാനിപ്പോ വലിയ പെണ്ണായില്ലേ? ഇല്ലല്ലോ, രാവിലെ കണ്ടത്ര തന്നെ ഉള്ളൂ. ഓ, ഈ വിനു. ആന്റിക്ക് പണ്ട് ആന്റിയുടെ അമ്മ കൊടുത്താണത്രേ. വൈരാണ്, നല്ല വിലയുണ്ടാവില്ലേ വിനു? ഉണ്ടാവുമായിരിക്കും.